ദുഷ്കർമ്മം പ്രവർത്തിച്ചവരില്ലേ, ദുശ്ചൈതികൾ ചെയ്തവരില്ലേ, ദീനിനെതിരെ നടന്നവരില്ലേ, കള്ളും കഞ്ചാവും ലഹരിയും ഉപയോഗിച്ചവരില്ലേ, പെണ്ണിനെ അന്യരെന്ന് നോക്കാതെ ഹറാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയവരില്ലേ, ഹറാമായ സമ്പാദ്യം കൊണ്ട് കൊട്ടാരം പടുത്തുയർത്തിയവരില്ലേ, അല്ലാഹുവിന്റെ ദീൻ മറന്ന് ജീവിച്ചവരില്ലേ, അവർക്ക് വേണ്ടിയിട്ട് നാളെ അല്ലാഹു കൊടുക്കുന്ന സമ്മാനം കൂടി നമ്മൾ അറിയണമല്ലോ. നല്ല ആളുകൾക്ക് കിട്ടുന്ന സമ്മാനം മാത്രം പഠിച്ചാൽ പോരാ, ദുർമാർഗികൾക്ക് പടച്ചോ കൊടുക്കുന്ന സമ്മാനത്തെ പരിചയപ്പെടണ്ടേ. അല്ലാഹുവിന്റെ നരകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് നരകത്തിന്റെ തിളക്കുന്ന 2 കനൽക്കട്ടയുടെ ചെരുപ്പ് അവന്റെ 2 കാലിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുമെന്നാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു വരുന്നത്. 2 തീക്കട്ട കൊണ്ടുള്ള 2 ചെരുപ്പാണ് കാലിലിട്ട് കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യൗലി മിൻഹാ മിൻഹുമാ ബിമാഉഹു, അവന്റെ തലച്ചോറ് തിളച്ചു ഉരുകി ഉരുകി നിലത്തു വീഴുമെന്നാണ്. തീക്കട്ടയുടെ 2 ചെരിപ്പിട്ട് കൊടുക്കുമ്പോൾ തലച്ചോറ് വരെ തിളച്ചു ഉരുകി പോകുമെന്നാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പടച്ചവനോട് പറയുന്നു, ഞാൻ കുറച്ച് തെറ്റല്ലേ ചെയ്തുള്ളൂ, എനിക്ക് കിട്ടിയത് നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ റബ്ബേ, എനിക്ക് കിട്ടിയത് നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ. എന്റെ 2 കാൽപാദത്തിലൂടെ നരകത്തിന്റെ തീക്കട്ട മുകളിലേക്ക് എരിഞ്ഞെരിഞ്ഞ് കയറിയിട്ട് എന്റെ തലച്ചോറ് ഒഴുകിപ്പോകുന്നു. എനിക്ക് കിട്ടിയിരിക്കുന്നത് നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ തമ്പുരാനേ. ആ സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാര് പറയുന്നു, അടങ്ങിക്കിടക്കട, ഇത് നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയല്ല, ഇത് നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയാണ്, ഇത് നരകത്തിന്റെ ഏറ്റവും നിസ്സാരമായ ശിക്ഷയാണ്, ഇത് ഏറ്റവും ചെറിയ ശിക്ഷയാണ്, ഇതിനേക്കാൾ ചെറിയ ശിക്ഷ വേറൊരാൾക്കും കൊടുക്കുന്നില്ല. കാൽപ്പാദത്തിലേക്ക് നരകത്തിന്റെ കനൽക്കട്ട വെക്കുമ്പോ അത് പഴുത്ത് പഴുത്ത് തലച്ചോറ് ഒഴുകിപ്പോകുന്നത് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണെങ്കിൽ വ്യഭിചാരികള്, കണ്ടുപിടിക്കുന്നവര്, നമസ്കാരം ഒഴിവാക്കുന്നവര്, ഉമ്മയെ ചവിട്ടുന്നവര്, ആത്മീയമായ ഒരു മത്സരത്തിനും ഞാനില്ലെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് നടക്കുന്നവര് അതായിരിക്കും അല്ലാഹു നാളെ സമ്മാനമായി തരുന്നതെന്ന് പറയാൻ ചിന്തിക്കാൻ പറ്റുമോ? പത്രങ്ങൾ പലതും പറയുന്നെങ്കില്, ചാനലുകൾ പലതും പറയുന്നോട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിന്റെ പേരിൽ നിങ്ങളെ പല വിധത്തിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നെങ്കില്, പക്ഷെ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കണേ. 3 കഷണം വെള്ളത്തുണിയിൽ പൊതിർന്ന് നിങ്ങളുടെ പച്ചമണ്ണിന്റെ അകത്ത് കൊണ്ടുവെക്കുമ്പോ ആരും വരില്ല മോളെ, ആരും കടന്നു വരില്ല മോള്. അല്ലാഹുവിന്റെ ദീനിലേക്ക് ഒരു പരിശുദ്ധമായ ഇസ്ലാമിന്റെ മത്സരത്തിനുവേണ്ടി തൗബ ചെയ്ത് രംഗത്ത് വന്നോ മോളെ. അല്ലാഹു എന്തും നിങ്ങൾക്ക് പുറത്തു വരുമെന്ന് പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് റമളാനിന്റെ മഗ്ഫിറത്തിന്റെ രാവുകൾ കടന്നു വരുന്നല്ലോ. തറാവീഹ് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞൊന്ന് ദ്വാരുന്നാൽ, അല്ലാഹുവേ, നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയത്ത് 2 കൈയങ്ങോട്ട് വെച്ചിട്ട് പടച്ചവരേ, എന്റെ പാപങ്ങൾ പുറക്കപ്പെട്ട് ഈ റമളാനിന് ശേഷം ഏറ്റവും നല്ല ഒരു മോമിനത്തായിട്ട് എനിക്ക് കഴിയണമെന്ന് പടച്ചവനോട് പറഞ്ഞൂടെ നിങ്ങൾക്ക്? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരിക്കൽ അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്, ഔഹല്ലാഹു ഇലാ മൂസാ ഇന്ന വലിയ്യൻ മിൻ ഔലിയാഇ ഖദ് മാത്. അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് അറിയിച്ചു കൊടുക്കുകയാണ്, എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ തന്നെ അവിടെ പോകണം, നിങ്ങൾ തന്നെ അദ്ദേഹത്തെ കുളിപ്പിക്കണം, നിങ്ങൾ തന്നെ അദ്ദേഹത്തെ പൊതിയണം, നിങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ഖബറടക്കണം, നിസ്കരിക്കണം, ഖബറടക്കണം. അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അറിയിച്ചു കൊടുത്തു. സ്ഥലമൊക്കെ അല്ലാഹു അറിയിച്ചു കൊടുത്തു. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അല്ലാഹു അറിയിച്ച ആ മരണപ്പെട്ടുപോയ വലിയനെ കാണാൻ വേണ്ടി പോവാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു അറിയിച്ചതു പ്രകാരം മരണപ്പെട്ടു എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ആ വലിയനെ കാണാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം ചെല്ലുകയാണ്.
ആ നാട്ടിൽ ചെന്നിട്ട് മഹാനായ മൂസാ നബി അന്വേഷണം നടത്തുകയാണ്. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ഈ നാട്ടിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണേ. അനകലീമുല്ലാഹി മൂസാ, ഞാൻ അള്ളാഹുവിന്റെ കലീമായ മൂസാ നബിയാണ്. അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വന്നത്. ആ ജനങ്ങൾ പറഞ്ഞു, നബിയേ, അങ്ങനെ അറിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ അറിയുമായിരുന്നല്ലോ. അത്രത്തോളം വലിയ ഒരു മനുഷ്യൻ മരണപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ അറിയുമായിരുന്നല്ലോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടോ എന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ പരിസരത്തോ ഏതെങ്കിലും ഒരാൾ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. എല്ലാവരും അന്വേഷണം നടത്തി. ഒരാൾ വന്നു പറഞ്ഞു, നബിയേ, കുടുംബക്കാരെല്ലാം വലിച്ചെറിഞ്ഞ് പേരും പെരുമയും ഒന്നുമില്ലാത്ത ഒരാള് രാവിലെ മരണപ്പെട്ട റോഡിന്റെ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട് നബിയേ. ആ മനുഷ്യൻ നിങ്ങൾ അന്വേഷിക്കുന്ന ആളാകാൻ ഒട്ടും സാധ്യതയില്ല. ആ മനുഷ്യൻ നിങ്ങൾ അന്വേഷിക്കുന്ന ആളാകാൻ 1% പോലും സാധ്യതയില്ല. അതുകൊണ്ട് നബിയേ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾ ഇവിടെ മരണപ്പെട്ടിട്ടില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ആ ഒരാളെ മരിച്ചിട്ടുള്ളൂ എങ്കിൽ എനിക്ക് ആ മനുഷ്യന്റെ അടുത്തേക്കൊന്ന് പോയാ മതി. ആ മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് അല്ലാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം ദുആരക്കുന്നു, റബ്ബേ, ഇവിടെ മറ്റൊരാൾ മരണപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നീ പറഞ്ഞ ആള് ഈ മയ്യത്ത് തന്നെയാണെന്ന് ഞാൻ അനുമാനിക്കുകയാണ് തമ്പുരാനെ. എനിക്ക് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ഇവിടെ ചെയ്യുകയാണ് റബ്ബേ. ആ പാവപ്പെട്ട മയ്യത്തിനെ മൂസാ നബി അലൈഹിസ്സലാം കുളിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വലിയെന്നാണ് അല്ലാഹു പറഞ്ഞു കൊടുത്തത്. ആ മയ്യത്തിനെ മൂസാ നബി അലൈഹിസ്സലാം കുളിപ്പിക്കുകയാണ്. ആ മയ്യത്തിനെ മൂസാ നബി അലൈഹിസ്സലാം പൊതിയുകയാണ്. ആ മയ്യത്തിന് മൂസാ നബി അലൈഹിസ്സലാം നമസ്കരിക്കുകയാണ്. ആ മയ്യത്തിന് മൂസാ നബി അലൈഹിസ്സലാം ഖബർ വെട്ടുകയാണ്. ആ മയ്യത്തിന് മൂസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ അകത്തളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് എല്ലാ ദുആയും ഖബർ മൂടലും പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ, നിന്റെ ഔലിയാക്കളുടെ ഒരു അടയാളവും ഈ മയ്യത്തിൽ കാണാനില്ലല്ലോ റഹ്മാനേ. ആ മയ്യത്തിൽ നിസ്കാരം പോലും ഉള്ളവരാണെന്ന് എനിക്കറിയില്ല റബ്ബേ. ഞാൻ നിന്റെ നബിയായതുകൊണ്ട് നീ പറഞ്ഞത് ചെയ്യൽ എനിക്ക് നിർബന്ധമായതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വൃത്തിയോടുകൂടി ചെയ്തിട്ടുണ്ട് തമ്പുരാനെ. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് അല്ലാഹ്, ഈ മനുഷ്യൻ എങ്ങനെയാണ് നീ പറഞ്ഞ ഔലിയാക്കളുടെ പദവിയിലെത്തിയതെന്ന് എനിക്കൊന്ന് പഠിക്കണം അല്ലാഹ്, എനിക്കൊന്ന് പറഞ്ഞു തരണേ റബ്ബേ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന നബിയേ, അയാൾ മരിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് പൊട്ടി കരഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ എന്റെ പാപങ്ങളൊക്കെ പൊറുക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തൗബ ചെയ്തു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഒരു മനുഷ്യൻ തൗബ ചെയ്താൽ എങ്ങനെയാണ് ഔലിയാക്കളിൽ പെടുന്നത്? ഒരു മനുഷ്യൻ തൗബ ചെയ്താൽ എങ്ങനെയാണ് ഔലിയാക്കളിൽ പെടുന്നത്? അല്ലാഹു പറഞ്ഞു, നബിയേ, തൗബ മാത്രമല്ല നബിയേ, ആ തൗബ കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ എന്നോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തു പറഞ്ഞു. ആ വർത്തമാനം പറഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി നബിയേ. ഗതകാല ജീവിതത്തിൽ ആ മനുഷ്യൻ ചെയ്തു പോയ സമസ്ത അപരാധങ്ങളും ഞാൻ പുറത്തു കൊടുത്തു നബിയേ. ആ മനുഷ്യന്റെ വർത്തമാനത്തിലൂടെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആ മനുഷ്യനെ ചേർക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി നബിയേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ ഒന്ന് പറഞ്ഞു തരൂ, ആ
മനുഷ്യൻ നിന്നോട് പറഞ്ഞ വർത്തമാനങ്ങളൊന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് അല്ല പറഞ്ഞു കൊടുക്കാണ്. ആ മനുഷ്യൻ ദുആഹൊക്കെ കണ്ണീരോടെ എന്റെ അടുത്ത് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നീ ഉഹിബ്ബുസ് സാലിഹീൻ വലസ്തു മിൻഹും യാ റബ്ബൽ ആലമീൻ. പടച്ചവരേ, എനിക്ക് സ്വാലിഹീങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് ആലിമീങ്ങളെ ഇഷ്ടമാണ്, നിസ്കരിക്കുന്നവരെ ഇഷ്ടമാണ്, ഔലിയാക്കളെ ഇഷ്ടമാണ്. അല്ലാഹുവേ, നല്ല വസ്ത്രം ധരിച്ച് ഖുർആൻ ഓതുന്നവരെ ഇഷ്ടമാണ്, നിന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരെ ഇഷ്ടമാണ്, സ്വതക്ക ചെയ്യുന്നവരെ ഇഷ്ടമാണ്. വലസ്തു മിൻഹും, പക്ഷേ ഞാൻ അവരിൽ പെട്ടവനല്ല റബ്ബേ. ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ സജ്ജനങ്ങളെയൊക്കെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, പക്ഷേ ഞാൻ അവരിൽ പെട്ടവനല്ല റബ്ബേ. അതെന്റെ വലിയ പരാജയമാണ് റബ്ബേ. പക്ഷേ എന്റെ ഹൃദയം തുറന്നു നോക്കിയാൽ ഞാൻ എത്ര തെറ്റുകാരനാണെങ്കിലും ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളെയാണ് റബ്ബേ. രണ്ടാമതാ പ്രിയപ്പെട്ട മനുഷ്യൻ പടച്ചവനോട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നീ ബൗലുൽ ഫാസിഖീൻ വഅന മിൻഹും യാ റബ്ബൽ ആലമീൻ. പടച്ചവരെ, എനിക്ക് കള്ളുകുടിക്കുന്നവരെ, തിന്മ ചെയ്യുന്നവരെ, വ്യഭിചരിക്കുന്നവരെ എനിക്കിഷ്ടമല്ല പടച്ചവനെ. പക്ഷേ എനിക്കങ്ങനെയുള്ള കൂട്ടുകെട്ടൊന്നും ഇല്ല തമ്പുരാനെ. പക്ഷെ ഞാനെങ്ങനെ ആയിപ്പോയി റബ്ബേ. ഞാൻ കള്ളുകുടിക്കുന്നവനായി പോയി റബ്ബേ, ഞാൻ വ്യഭിചരിക്കുന്നവനായി പോയി റബ്ബേ. അങ്ങനെ ചെയ്യുന്നവരെ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും എപ്പോഴോ ഞാൻ എങ്ങനെ ആയിപ്പോയി റബ്ബേ എന്ന് പറഞ്ഞിട്ടാ മനുഷ്യൻ കരഞ്ഞു നബിയേ, എന്ന് പറഞ്ഞിട്ടാ മനുഷ്യൻ കരഞ്ഞു നബിയേ. എന്നിട്ടാ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞു, അല്ലാഹുവേ, നീ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന സ്വർഗമുണ്ടല്ലോ, അർളുഹസ് സമാവാത്തു വൽ അർളു, ആകാശവും ഭൂമിയും എടുത്തു വെച്ചാലും അത് വിശാലമാണ്, അതിനേക്കാൾ വലുതാണ് നിന്റെ സ്വർഗം. അതുകൊണ്ട് പടച്ചവനേ, ഈ തെമ്മാടിയായ പാവപ്പെട്ട എന്നെ നിന്റെ സ്വർഗത്തിന്റെ അകത്ത് നീ കടത്തിയാൽ അല്ലാഹുവേ, നിനക്കൊരു നഷ്ടവും വരാനില്ലല്ലോ റബ്ബേ. കോടിക്കണക്കിന് ആളുകളെ നീ സ്വർഗത്തിന്റെ അകത്ത് കടത്തുമ്പോൾ അതിന്റെ ഒരു മൂലയ്ക്ക് ഞാൻ നിൽക്കുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് പടച്ചവനെ നിനക്ക് വരാറുള്ളത്? നീ പരമാധികാരിയാണല്ലോ തമ്പുരാനെ, നീ സ്നേഹമുള്ളവനാണല്ലോ റഹ്മാനെ. മൂസാ നബിയേ, ആ മനുഷ്യനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി. എന്നെ കുറിച്ച് ആ മനുഷ്യന് നല്ലതുപോലെ അറിയുമല്ലോ, എന്നെ കുറിച്ച് ആ മനുഷ്യന് നല്ലതുപോലെ അറിയുമല്ലോ, എന്റെ സ്വർഗത്തെ കുറിച്ച് ആ മനുഷ്യന് നല്ലതുപോലെ അറിയുമല്ലോ. വിശാലമായ സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് ആ മനുഷ്യനെ കടത്തിയത് കൊണ്ട് എനിക്കെന്ത് നഷ്ടം വരാനാണ് മൂസ? ആ മനുഷ്യനെന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് അടുപ്പം തോന്നിപ്പോയി നബിയേ. പിന്നെ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹ്, എനിക്കെന്റെ എന്റെ ഉമ്മ കളഞ്ഞു, എന്റെ ബന്ധുക്കൾ കളഞ്ഞു, എന്റെ നാട്ടുകാര് കളഞ്ഞു, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു റബ്ബേ. ഇല്ലം തർഹമനീ വമൻ യർഹമനീ യാ റബ്ബൽ ആലമീൻ. നീ കൂടി കൈവിട്ടാൽ പിന്നെ എനിക്ക് ആരാണുള്ളത് റബ്ബേ? എന്നെ നാട്ടുകാർ ഉപേക്ഷിച്ചു പടച്ചോനെ, എന്റെ ബന്ധുക്കൾ ഉപേക്ഷിച്ചു തമ്പുരാനെ. ഇല്ലം തർഹമുനീ വമൻ യർഹമുനീ യാ അർഹമർ റഹീമീൻ. കരുണയുള്ള റബ്ബേ, സ്നേഹമുള്ള പടച്ചവനെ, ദയവുള്ള തമ്പുരാനെ, നീ കൂടി എന്നെ ഉപേക്ഷിച്ചാൽ, നീ കൂടി എന്നെ വലിച്ചെറിഞ്ഞാൽ എനിക്കാരുമില്ല റബ്ബേ. കരുണയുള്ളവനെ, നീ എന്നെ സ്വീകരിക്കണേ റബ്ബേ എന്ന് പറഞ്ഞിട്ടാ മനുഷ്യനെ ദുആ ചെയ്തപ്പോ മൂസാ നബിയേ, എന്റെ എല്ലാ സ്നേഹത്തിന്റെ കവാടങ്ങളും ഞാൻ ആ മനുഷ്യന് തുറന്നു കൊടുത്തിട്ട് വലിയ മിൻ ഔലിയാഇ, എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട വലിയായിട്ട് ആ മനുഷ്യനെ ഞാൻ മാറ്റിയെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോൾ, മത്സരിച്ചവര് വേറെ, സമ്മാനം വാങ്ങിയവര് വേറെ.
നമ്മളൊക്കെ മത്സരിച്ച് ഇബാദത്ത് ചെയ്തു, അവസാനം സ്വർഗവും ഔലിയാക്കട പദവിയും വാങ്ങിയത് നമ്മുടെ മുമ്പിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു വരും. ഇങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് ലോകത്ത്. ഇതാണ് അല്ലാഹ്.